ഈ ഒരു സംഘടനയുടെ എല്ലാമായി നേതൃത്വം വഹിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഈ മുരളീധരൻ അവരുടെ വേദിയിലുള്ള ഈ ക്യാമ്പിന് നേതൃത്വം നൽകുന്ന മഹനീയ വ്യക്തിത്വങ്ങൾ, ഇവിടെ പങ്കെടുത്തിട്ടുള്ള പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, സഹോദരി സഹോദരി, നിങ്ങൾ വർത്തമാനം പറയാമോ? ഞാൻ അധികമൊന്നും എൻ്റെ വാക്കുകൾ നേടുന്നത്. അപ്പം നമ്മൾ ഇന്നത്തെ ചടങ്ങിൽ പ്രധാനപ്പെട്ട കുട്ടികൾക്കുള്ള അനുമോദനം, SSLC +2 വിദ്യാർത്ഥികൾക്കുള്ള മികച്ച വിജയം നേടിയിട്ടുള്ള കുട്ടികൾ നമ്മുടെ സംഘടന നൽകുന്ന ഒരു അനുമോദന ചടങ്ങാണ്. അതോടൊപ്പം തന്നെ ഈ സംഘടനയിൽ അണിനിരന്ന പ്രവർത്തകർക്കുള്ള നേതൃത്വ പരിശീലന പരിപാടി. തീർച്ചയായും നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡ്. അതിൻ്റെ ജില്ലാ തലത്തിലുള്ള പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത്. നിങ്ങളുടെ ഈ കരുത്തുറ്റ പ്രവർത്തനമാണ് ഈ സംഘടനയ്ക്ക് പല നേട്ടങ്ങളും കൈവരിക്കുന്ന വേണ്ടി കഴിഞ്ഞു. അതിന് ഒരുപാട് ആളുകൾ അതിനു വേണ്ടി വളരെയധികം പരിശ്രമിച്ചു. മുരളി മാഷ് പോലുള്ള സാഹചര്യത്തിൽ അവരുടെ എല്ലാം നേതൃത്വത്തിൽ വളരെ ശക്തമായ രീതിയിൽ യോജിപ്പോടുകൂടി ഈ സംഘടന മുൻപോട്ട്. അതിൻ്റെ ഏതെല്ലാം മേഖലയിൽ നിന്നും ഈ ഒരു സംഘടനകൾക്ക് സഹായം ലഭിക്കാനുണ്ടോ അതെല്ലാം നേടിയെടുക്കാനുള്ള നല്ല പരിശ്രമം നടത്തും. ആ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഹാളടക്കം നമുക്ക് പണിയെടുപ്പിക്കാൻ നല്ലൊരു ഭംഗിയുള്ള ഒരു കെട്ടിടമായി ഈ കെട്ടിടത്തെ മാറ്റാനും സാധിക്കും. ഇന്നിപ്പോൾ തെലങ്കല ഒരു ദിനാചരണം ഇന്ത്യയാണ് അവരുടെ ദിനമായിട്ട് ആചരിക്കുന്നത്. ജന്മദിനം തെലങ്കല നമ്മുടെ ഒരു മാതൃകയാണ്. നമുക്ക് ഈ ഒരു അന്ധത ഉണ്ടായിട്ടുള്ളത് നമ്മളൊരു കുറ്റപ്പെടും, രക്ഷിതാക്കളുടെ കുറ്റപ്പെടും. ചിലത് ജന്മനായുള്ള അന്ധതയുണ്ടാവും, അത് പല രോഗങ്ങൾക്കും അടിമപ്പെട്ടുകൊണ്ട് ഉണ്ടായിരുന്നു. അങ്ങനെ സംഭവിക്കും നമ്മുടെ ഒരു കുറ്റം കൊണ്ട്. പക്ഷെ നമുക്ക് ലഭിച്ചിട്ടുള്ള ഈ ഒരു ജീവിതം, ഈ ഒരു ജന്മം ഏത് പ്രതിസന്ധിയെയും ഏത് വെല്ലുവിളിയെയും നേരിട്ടുകൊണ്ട് നമുക്ക് ജീവിച്ചു തീർക്കാം. അതാണ് മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കടമ. ആ ഒരു ദൗത്യം മനുഷ്യൻ എല്ലാ ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. പല പല പ്രതിസന്ധിയെയും വെല്ലുവിളികളെയും തരണം ചെയ്തുകൊണ്ടാണ് മനുഷ്യൻ ഇന്നത്തെ ഈ ഒരു സമൂഹമായി മാറിയത്. ഇത് കേവലമായിട്ട് ഒരു യാന്ത്രികമായി ഒരു പ്രശ്നവുമില്ലാതെ വളർന്നു വന്നതല്ല. ഒരുപാട് പ്രതിസന്ധികളും ദുരിതങ്ങളും ഒക്കെ തന്നെ താണ്ടിക്കൊണ്ടാണ് ഈ സമൂഹം മുന്നോട്ട് പോയിരുന്നത്. നമ്മുടെ അന്ധത ബാധിച്ചവർ അവർ മാത്രമാണ് പ്രശ്നങ്ങൾ നേരിടുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും. അതില്ലാത്തവരും പലതരത്തിലുള്ള രോഗങ്ങൾക്കും അടിമപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നു. പക്ഷെ ഇത് ഏറ്റവും വലിയൊരു വെല്ലുവിളിയാണ് അന്ധത ബാധിക്കുക. അതിലപ്പുറം വേറെ ഒരു പ്രയാസം ഒരു ജീവിതത്തിൽ ഉണ്ടാകാൻ കഴിയും. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുമ്പിൽ ഒരു മാതൃകയായിട്ട് എടുക്കാൻ പറ്റുന്നത് തെലങ്കല. ചെറുപ്രായത്തിൽ തന്നെ അന്ധത ബാധിച്ചു. മാതാപിതാക്കൾ വളരെ നല്ല രീതിയിൽ അവരെ പരിപാലിക്കും. അവർക്ക് അതിന് പറ്റിയ രീതിയിലുള്ള വിദ്യാഭ്യാസം. അവർക്ക് ഒരു ജോലിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഒരു അധ്യാപിക എന്നുള്ളത്. ആ ജോലിയിൽ നിന്നുകൊണ്ട് ഈ ഗണത്തിൽപ്പെടുന്ന കുട്ടികളെ പരിശീലിപ്പിച്ചെടുത്തു
അവർക്ക് നല്ല രീതിയിലുള്ള ഒരു ജീവിതം, ഒരു തൊഴിൽ പ്രദാനം ചെയ്തതിനു വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ചിട്ടുള്ള ഒരു മഹിളയാണ് ഇതെല്ലാം. നമുക്കെല്ലാം മാതൃക തന്നെയാണ്. അന്ധതയുണ്ട്, കാഴ്ച ശക്തിയില്ല, കേൾവി പുറപ്പെട്ടു, കേൾവി പുറകില്ല, പൂർണ്ണമായിട്ടും കേൾവിയില്ലാത്ത അവസ്ഥ. അങ്ങനെയുള്ള ഒരു ജീവിതമാണ് ഹെലൻ കെല്ലറിനുണ്ടായി. അവരെല്ലാ വെല്ലുവിളിയെയും നേരിട്ടുകൊണ്ട് മുന്നോട്ട് തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക മാത്രമല്ല, ഈ ഗണത്തിൽപ്പെടുന്ന വിഭാഗത്തെ കൂടി വരുത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി അവർക്ക് വിജ്ഞാനം പകർന്നു നൽകുന്ന കാര്യത്തിൽ, അവർക്ക് തൊഴിൽ ഇടങ്ങൾ കണ്ടെത്തുന്ന കാര്യത്തിൽ, അതിന് പറ്റിയ രീതിയിലുള്ള വിദ്യാഭ്യാസം പഠനം അവർക്ക് നൽകുന്നതിന് വേണ്ടി വലിയ രീതിയിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരു മാതൃക വനിതയാണ് ഹെലൻ കെല്ലർ. ആ ഒരു ദിനാചരണം കൂടിയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് സംഘടിപ്പിച്ചത്. നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികൾ അവരെ നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട്. സാധാരണ കുട്ടികളായാലും നമുക്ക് ഈ ഒരു ഭിന്നശേഷിയുള്ള കുട്ടികളായാലും അവർ ഒരു തരത്തിൽ മറ്റൊരു തരത്തിലുള്ള അവരുടെ കഴിവ് നല്ല നിലയിലുണ്ടാവും. എല്ലാം പുത്തണിങ്ങിയവർ എന്നത് സമൂഹത്തിൽ കുറവില്ല. ഒരു തരത്തിലേക്ക് മറ്റൊരു തരത്തിൽ, അതാണ് ഭിന്നശേഷി എന്ന് പറയുന്നത്. ഒന്നിനെ അതിജീവിക്കാൻ മറ്റൊരു കഴിവ് അവർക്ക് നൽകിയിട്ടുണ്ട്. അവരുടെ ശരീരത്തിൽ, അവരുടെ മനസ്സിൽ എല്ലാം അത് നൽകിയിട്ടുണ്ട്. കാരണം അവർക്ക് ആ ജീവിതം മുന്നോട്ട് നയിക്കുന്നതിന് വേണ്ടി പ്രകൃതി നൽകിയിട്ടുള്ള ഒരു കഴിവ് തന്നെ. ആ കഴിവിനെ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളിവിടെ എത്തിച്ചേർന്നത്. അതിനെ പരിപോഷിപ്പിക്കും എന്നുള്ളതാണ് നമ്മുടെ സംഘടന എന്നുള്ള രീതിയിൽ. അതുകൊണ്ട് തളർന്നിരിക്കാതെ നമ്മൾ പ്രയാസപ്പെടാതെ എല്ലാ രീതിയിലുള്ള സമൂഹത്തിൻ്റെയും പിന്തുണ അർപ്പിച്ചുകൊണ്ട് സർക്കാരിൻ്റെ എല്ലാ രീതിയിലുള്ള ആനുകൂല്യങ്ങളും നേടിയെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതിന് നമുക്ക് സംഘടന നമ്മൾ നിരാശപ്പെട്ടുകൊണ്ട് ഓരോരുത്തർ വീട്ടിലിരുന്നുകൊണ്ട് ഈ സംഘടനയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അതിന് എല്ലാ പരിപാടികളും വിജയിക്കുന്നതിന് വേണ്ടി നമുക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം സംശയമില്ല, നിങ്ങൾ പ്രയാസപ്പെട്ടുകൊണ്ടാണ് പല പരിപാടിക്കും ഇവിടെ എത്തിച്ചത്. അത് നമുക്കറിയാം. ഈ സംഘടനയോടുള്ള ആഭിമുഖ്യം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ താല്പര്യം. കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസമൊക്കെ ലഭിക്കുന്നുണ്ട്. അതിനുള്ള സൗകര്യങ്ങളുണ്ട്. സൗജന്യമായിട്ട് തന്നെയാണ് വിദ്യാഭ്യാസം. പാഠപുസ്തകങ്ങളായ, ഭക്ഷണമായ, വസ്ത്രമായ, യൂണിഫോം അടക്കം നൽകിക്കൊണ്ട് സാർവത്രികമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകുന്ന കാര്യത്തിൽ കേരളം മുമ്പിൽ. ആ വിദ്യാഭ്യാസം കുറെ കൂടി ലോക നിലവാരത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയാണ് സ്വകാര്യ യൂണിവേഴ്സിറ്റി അടക്കം കൊണ്ടുവരുന്നതിന് വേണ്ടി സർക്കാരിൻ്റെ പരിശ്രമം. കാരണം കുട്ടികൾ അന്യ സംസ്ഥാനത്തേക്കോ വിദേശത്തേക്കോ പഠിക്കാൻ പോകുന്നത് ഇവിടെ തന്നെ അവർക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങളുണ്ടാകും. സ്വകാര്യ സർവകലാശാലകൾ വരുമ്പോൾ പുതിയ സിലബസും കാര്യങ്ങളും, അങ്ങനെ വരുന്ന സമയത്ത് പുതിയ സാങ്കേതിക വിദ്യകളെ അതിൻ്റെ ഏറ്റവും അവസാനത്തെ വികസനം അടക്കം കുട്ടികളിലേക്ക് എത്തിക്കാൻ സാധിക്കും. കേരളത്തിൽ അത് ആരംഭിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും കേരളത്തിലെ കുട്ടികൾക്ക് പ്രത്യേക പരിഗണന നൽകി, സംവരണം നൽകി. ഒരു 25% സീറ്റെങ്കിലും അവർക്ക് സംവരണമായി. അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പം സർക്കാരിൻ്റെ പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണത്തിൽ തന്നെയാണ് സ്വകാര്യ യൂണിവേഴ്സിറ്റി ആയാലും പ്രവർത്തിക്കുക എന്നുള്ളത് നമ്മൾ കാണും. അതിനെ സംബന്ധിച്ചിടത്തോളം വിവാദം ഉണ്ടാക്കേണ്ട കാര്യം. ഇപ്പം നമ്മുടെ കുട്ടികളാണ് നമ്മുടെ ഭാവി. അവരാണ് ഭാവി പൗരന്മാർ. അവർക്ക് നല്ല രീതിയിലുള്ള വൈജ്ഞാനിക വിജ്ഞാനം അവർക്ക് പകർന്നു നൽകാൻ സാധിക്കും. വിജ്ഞാനമാണ് നമ്മുടെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ലക്ഷ്യം. ആ വിജ്ഞാനം നേടിയവരെ കൊണ്ട് മറ്റു രീതിയിലുള്ള തൊഴിലും മറ്റും കണ്ടെത്തി അതൊരു വിജ്ഞാന സമ്പദ് വ്യവസ്ഥയാക്കി മാറും. അത് വൈജ്ഞാനിക സമൂഹമാണ് ഈ കേരളത്തിൽ. ആ വൈജ്ഞാനിക സമൂഹത്തെ വൈജ്ഞാനിക സമ്പദ് വ്യവസ്ഥയാക്കി മാറും. അതിനെപ്പറ്റി നമുക്കൊരു നേട്ടം വേണം. കാരണം സർക്കാർ വലിയ മുതൽമുടക്ക് നടത്തിക്കൊണ്ടാണ് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ മുന്നോട്ട് നയിക്കുന്നത്.
അപ്പം അതിൻ്റെ നേട്ടം നമ്മൾ സമൂഹത്തിന് ഉണ്ടാകണമെന്നുള്ളത് കൊണ്ടാണ്. അപ്പം ഇവർക്കെല്ലാം തൊഴിൽ നൽകാൻ സാധിക്കും. ഈ നല്ല വിദ്യാഭ്യാസം നേടിയിട്ടുള്ള യുവതി യുവാക്കൾ അവർക്കെല്ലാം തൊഴിൽ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് സർക്കാർ ആവിഷ്കരിക്കുന്നത്. നോളേജ് അക്കാദമി മിഷന്റെ ഭാഗമായിട്ടുള്ള ജോബ് ഫെയർ കഴിഞ്ഞ ദിവസം എഞ്ചിനീയറിംഗ് കോളേജിൽ നടന്നതായിട്ട് നമുക്ക് കാണാം. ഒരു 10,000-ഓളം ആളുകളാണ് പകർന്നു. കുറേ പേർക്ക് ജോലി കിട്ടുന്ന അവസ്ഥയുണ്ടായി. കുറേ പേരെ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിക്കൊണ്ട് പിന്നീട് എടുക്കാനും ചെയ്യും. അപ്പം അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെയുള്ള പരിപാടികൾ ബ്ലൈൻഡ് ഉള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രത്യേക പരിഗണന അതിൻ്റെ ഭാഗമായി നൽകിക്കൊണ്ട് കുറച്ചെങ്കിലും സർക്കാർ തലത്തിൽ വളരെയധികം കുറവായിരിക്കും, അവസരങ്ങൾ വളരെ കുറവ്. പക്ഷേ എല്ലാ മേഖലയിലും ഭിന്നശേഷിക്കാരായിട്ടുള്ളവർക്ക് പ്രത്യേക സഹകരണ സ്ഥാപനത്തിൽ പോലും അങ്ങനെ നൽകിക്കൊണ്ട് അവർക്ക് ചെയ്യാൻ സാധിക്കുന്ന തൊഴിൽ കണ്ടെത്തുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ സർക്കാർ നല്ല രീതിയിൽ തന്നെ പരിശ്രമിക്കുന്നുണ്ട്. ഇനിയും ആ കാര്യത്തിൽ നല്ല ശ്രദ്ധ തന്നെ ഉണ്ടാവും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. ഇവിടെ പങ്കെടുത്ത എല്ലാവരെയും ഞാൻ നഗരസഭാ അധ്യക്ഷന്മാരെ അഭിവാദ്യം ചെയ്യുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ വിജയികളായിട്ടുള്ള നമ്മുടെ മിടുക്കന്മാർ അവരുടെ എല്ലാ രീതിയിലുള്ള ശാരീരികമായിട്ടുള്ള വെല്ലുവിളിയെയും അതിജീവിച്ചുകൊണ്ട് SSLC +2 പരീക്ഷയിൽ ഉന്നതമായിട്ടുള്ള വിജയം നേടി എല്ലാ കുട്ടികളെയും ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു. അവർക്ക് കൂടുതൽ വിജയങ്ങൾ ഉന്നതിയിലേക്ക് അവർക്ക് എത്താൻ സാധിക്കുന്നവർക്ക് നമ്മുടെ സംഘടന നൽകുന്ന ഈ ഉപകാരം അതൊരു പ്രോത്സാഹനമായിട്ട് കാണണം. കണ്ടുകൊണ്ട് അവരെ മുന്നോട്ട് പോകണം. മികച്ച വിജയങ്ങൾ നേടുന്നതിന് വേണ്ടി അവർക്ക് സാധിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ തെലങ്കാന രാജ്യയുടെ പരിപാടിയുടെയും നേതൃത്വ പരിശീലന ക്യാമ്പിൻ്റെയും ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനങ്ങളിൽ തുടങ്ങി.